PSC ഓൺ ടൈം രജിസ്ട്രേഷൻ പോലെ ഇനി എല്ലാ കൃഷിക്കാരും എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമേ ഇനി മുതൽ പ്രകൃതിക്ഷോഭത്തിനുള്ള ആനുകൂല്യത്തിനും വിള ഇൻഷുറൻസ് ചെയ്യുന്നതിനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ aimskerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എയിംസ് പോർട്ടലിൽ പ്രവേശിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാമേഴ്സ് ലോഗിൻ എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ പുതിയ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന വിൻഡോയിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് ചെയ്യുക. അടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ ചുവന്ന നിറത്തിൽ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന വിൻഡോയിൽ കൃഷിക്കാരൻ്റെ പേര്, വിലാസം എന്നിവ എൻ്റർ ചെയ്യുക. അവസാനം പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് യൂസറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടുത്ത വിൻഡോയിൽ വന്നിട്ടുണ്ടാവും. ഈ നമ്പർ സൂക്ഷിച്ചു വയ്ക്കുക. നിങ്ങളുടെ കൃഷി വിവരങ്ങളും ഭൂമിയുടെ വിവരങ്ങളും പോർട്ടലിൽ ചേർക്കുന്നതിനായി നിങ്ങൾക്ക് ലഭിച്ച ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ സ്ഥല വിവരങ്ങൾ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഭൂമിയുടെ വിവരങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓരോ സർവേ നമ്പറിലും ഉൾപ്പെട്ട ഭൂമി പ്രത്യേകമായി ചേർക്കുക. അതിനായി ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഭൂമിയുടെ കരമടച്ച രസീതിൻ്റെ കോപ്പി, അല്ലെങ്കിൽ നിങ്ങൾ പാട്ടത്തിനാണ് കൃഷി ചെയ്യുന്ന കർഷകനാണ് എങ്കിൽ അതിൻ്റെ പാട്ടക്കരാറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത വിവരങ്ങൾ ശരിയാണെന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ മേക്ക് ഇനാക്റ്റീവിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പുതിയതായി ചേർത്ത് കൊടുക്കുക. അടുത്ത് നിങ്ങളുടെ കൃഷിയുടെ വിവരങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിന് ഹോമിൽ ക്ലിക്ക് ചെയ്ത് മെയിൻ മെനുവിൽ വന്നതിന് ശേഷം കൃഷി വിവരങ്ങൾ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃഷിയുടെ വിവരങ്ങൾ ചേർക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ കൃഷിയാണ് ഉള്ളത് അത് ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിള ഇൻഷുറൻസ്, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസം തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ സഹായം കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.